പാറഖമോർ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തൻ്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിൻ്റെ തിരുനാമത്തിൽ വന്നവനും വരുവന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ, നിനക്ക് സ്തുതി. പാപികളായടിയാരോട് കരുണ ചെയ്യണം. മശിയ രാജാവേ, നിനക്ക് സ്തുതി. ബാരക്കുമോർ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിൻ്റെ രാജ്യം വരയണമേ. നിൻ്റെ തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. എൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമർത്ത മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ബാരക്കുമോർ. പിതാവേ, ഞങ്ങളെ ചെവികൊള്ളണമേ. പുത്ര, നിന്നെ തന്നെ ഞങ്ങൾ കാണിക്കണമേ. പരിശുദ്ധ രൂഹ, നിന്നെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ പിതാവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ പുത്ര, നിൻ്റെ ഉദയം ഞങ്ങളെ കാണിക്കണമേ. പരിശുദ്ധ രൂഹ, ഞങ്ങളിൽ നീ വസിക്കണമേ. പിതാവായ ദൈവമേ, നിൻ്റെ രാജ്യത്തിനും നിൻ്റെ പുത്രനോടും വിശുദ്ധ രൂഹായോടും കൂടെ അതിൽ ആനന്ദിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആകൽക്കരസ മൂലം നശിച്ചു പോയിരിക്കുന്ന അന്ധകാര ലോകത്തെ രക്ഷിപ്പാനായിട്ട് പിതാവിൽ നിന്ന് ഐക്യപ്പെട്ടവനായി ആനന്ദകരമായ പ്രഭാതവും പ്രകാശവുമാകുന്ന മശിഹ തമ്പുരാനെ, ഞങ്ങളുടെ അശുദ്ധ വികാരങ്ങൾ കൊണ്ട് ഉള്ള ബലഹീന പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ. നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ വെടിപ്പാക്കുകയും നിൻ്റെ ദയയാൽ ഞങ്ങൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശം ഞങ്ങളുടെ മേൽ ശോഭിപ്പിക്കണമേ. നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ രശ്മികളാൽ ഞങ്ങൾ ശോഭിക്കുകയും നിൻ്റെ ദാനങ്ങളുടെ ഐശ്വര്യങ്ങളാൽ ഞങ്ങൾ പ്രകാശിക്കുകയും ചെയ്യുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ കൃപയുടെ സഹായത്തിനും പാപമോചനത്തിനും ഞങ്ങൾ യോഗ്യരായിത്തീരുകയും നിനക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും മഹത്വം അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പ്രകാശത്തിൻ്റെ സൃഷ്ടാവും നിർമ്മിതാവുമായ മശിഹ തമ്പുരാനെ, ഞങ്ങൾ സകല ജോലികൾക്ക് മുൻപായി നിൻ്റെ അടുക്കൽ വന്ന് നിൻ്റെ കൃപയോട് കരുണയും ദയയും യാചിക്കുന്നു. നിൻ്റെ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ജീവൻ നൽകുന്ന നിൻ്റെ വിശുദ്ധ കൽപ്പനകളുടെ ഊടുവഴികളിൽ കൂടി നടക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ നടപ്പുകളെ ശരിപ്പെടുത്തണമേ. കർത്താവേ, നീതിമാന്മാരെ നിൻ്റെ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്നതായ ആ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയത്തെയും നീ ആനന്ദിപ്പിക്കണമേ. ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുന്നു, ചാർച്ചക്കാരെ ഓർക്കുന്നു, ദൂരത്തും ചാർത്തുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരോട് കൂടെ ഇരിക്കണമേ. നിൻ്റെ ചെഴുകൻ കീഴിൽ നീ അവരെ മറക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിൻ്റെ മക്കളിൽ പകരണമേ. നിൻ്റെ സൃഷ്ടി മുഴുവനും ഈ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് ദുഃഖിക്കുമ്പോൾ ഈ രോഗത്തിന് തക്കതായ പരിഹാരം കണ്ടെത്തുവാൻ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമേ. വാങ്ങിപ്പോയവരെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പിതാവേ, നിൻ്റെ രണ്ടാമത്തെ വരവിൽ നീ മഹത്വത്തോടെ വരുമ്പോൾ നിന്നെ മുൻപിൽ കണ്ട് ഈ ആത്മാക്കളോടുകൂടി നിൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക്
പ്രവേശിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ പ്രഭാത സമയത്ത് പ്രാർത്ഥനയുടെ സുഗന്ധവർഗ്ഗങ്ങളോടുകൂടെ ഹൃദയപൂർവ്വം ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, കൂടെ ഇരുന്ന് സഹായിക്കണമേ. ഇടവിടാതെ ഞങ്ങളിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ. ആയത് ദൈവമാതാവായ മർത്തമറി അമ്മയുടെയും 12 സ്ലീഹന്മാരുടെയും ഗീവർഗീസ് സഹദായുടെയും ബെഹനാം സഹദായുടെയും മാതാ യുലിതായുടെയും എൽദോമാർ ബെസേലിയോസിൻ്റെയും പരിമളമോർ ഗ്രിഗോറിയോസിൻ്റെയും വട്ടഷൽ മാർ ദിവനാസിയോസ് തിരുമേനിമാരുടെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതയാലും തന്നെ ആമീൻ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള തിരുനാമത്താൽ ഞങ്ങളിനി കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാൻ്റെ ജയമുള്ള സ്ലീബായിൽ ഞങ്ങളിനി മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള കുടുംബങ്ങളായി ഞങ്ങളിനി ചമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമൊക്കെ എല്ലാ സമയത്തിലും അങ്ങയുടെ ദൈവത്വത്തിൻ്റെ ചെറുകൻ കീഴിൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമീൻ. ഈശോടിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പുണ്യനാഥനേ. ഈശോടിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പുണ്യനാഥനേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹം ആശ്ചര്യമേ. എന്നെങ്കിലും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എന്നെങ്കിലും എന്നകത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകൻ, കാലഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവും ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവും ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനാ വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം, ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം, ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധത്വ
അവകാശം ഞാനും പ്രാപിപ്പാത്മാവാൻ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാൻ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നും എന്നും കൂടെയുള്ളവൻ. കുടുംബം ദൈവം നൽകിയ ദാനം, കുടുംബം അതു മനോഹരം. കുടുംബം ദൈവസ്നേഹത്തിൻ ഗേഹം, കുടുംബം അതൊരനുഗ്രഹം. കുടുംബം ദൈവം നൽകിയ ദാനം, കുടുംബം അതു മനോഹരം. കുടുംബം ദൈവസ്നേഹത്തിൻ ഗേഹം, കുടുംബം അതൊരനുഗ്രഹം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിച്ചിടും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിച്ചിടും. ആദിയിൽ പണ്ടേതനിൽ ദൈവം മെനഞ്ഞു മനുഷ്യനെ, ആദിയിൽ തന്നെ സ്ഥാപിച്ചു ദൈവം ആദി കുടുംബത്തെയും. ആദിയിൽ പണ്ടേതനിൽ ദൈവം മെനഞ്ഞു മനുഷ്യനെ, ആദിയിൽ തന്നെ സ്ഥാപിച്ചു ദൈവം ആദി കുടുംബത്തെയും. സ്നേഹിച്ചിടാൻ സേവിച്ചിടാൻ ദൈവത്തോടെന്നും വസിച്ചിടാൻ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിച്ചിടും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിച്ചിടും. ഗീതം പാടിയും ദൈവവചനം ധ്യാനിച്ചും ആത്മനിറവിൽ പ്രാർത്ഥന ചെയ്തും വാഴ്ത്തി വണങ്ങിടാം. സ്തോത്രഗീതം പാടിയും ദൈവവചനം ധ്യാനിച്ചും ആത്മനിറവിൽ പ്രാർത്ഥന ചെയ്തും വാഴ്ത്തി വണങ്ങിടാം. തൻ കൃപകൾ ധ്യാനിച്ചിടാൻ ദൈവരാജ്യം ഘോഷിക്കാം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിച്ചിടും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിച്ചിടും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. യഹൂദായുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിൻ്റെ പലകയിലും
നിങ്ങളുടെ ബലിപീഠത്തിൻ്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. ഉയർന്ന കുന്നുകളിൽ പച്ചമരങ്ങൾക്കരികെയുള്ള അവരുടെ ബലിപീഠങ്ങളെയും അശേരാ പ്രതിഷ്ഠകളെയും അവരുടെ മക്കൾ ഓർക്കുന്നുവല്ലോ. വയൽപ്രദേശത്തിലെ എൻ്റെ പർവ്വതമേ, നിൻ്റെ അതിർക്കകത്തൊക്കെയും ചെയ്ത പാപം നിമിത്തം ഞാൻ നിൻ്റെ സമ്പത്തും സകല നിക്ഷേപങ്ങളും പൂജാഗിരികളും കവർച്ചയ്ക്ക് ഏൽപ്പിക്കും. ഞാൻ നിനക്ക് തന്ന അവകാശം നീ ഒഴിഞ്ഞു പോകേണ്ടി വരും. നീ അറിയാത്ത ദേശത്തെ ഞാൻ നിന്റെ ശത്രുക്കളെ സേവിക്കുമാറാക്കും. നിങ്ങളെൻ്റെ കോപത്തിൽ തീ കത്തിച്ചിരിക്കുന്നു, അത് എന്നേക്കും കത്തിക്കൊണ്ടിരിക്കും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ ഭരണപ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഓർനിലത്തിലും പാർക്കും. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വിഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാത്ത ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്. അതേ ആരാഞ്ഞറിയുന്നവനാർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന്നെ അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ന്യായമായിട്ടല്ലാതെ ധനം സമ്പാദിക്കുന്നവൻ താനിടാത്ത മുട്ട പൊരുന്നിയിരിക്കുന്ന തിത്തിരിപ്പക്ഷി പോലെയാകുന്നു. അവൻ്റെ മധ്യായുസിങ്കൽ അതേവനെ വിട്ടുപോകും. ഒടുക്കും അവൻ ഭോഷനായിരിക്കും. ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധമന്ദിര സ്ഥാനമേ, ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിലെഴുതി വയ്ക്കും. അവർ ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. നീ എൻ്റെ പുകഴ്ചയല്ലോ. അവർ എന്നോട് യഹോവയുടെ വചനം എവിടെ? അത് വരട്ടെ എന്ന് പറയുന്നു. ഞാനോ ഇടയനായി നിന്നെ സേവിപ്പാൻ മടിച്ചില്ല. ദുർദിനം ഞാൻ ആഗ്രഹിച്ചതുമില്ല എന്ന് നീ അറിയുന്നു. എൻ്റെ അതിരങ്ങൾ ഉച്ചരിച്ചത് തിരുവമ്പിലിരിക്കുന്നു. നീ എനിക്ക് ഭയങ്കരനാകരുത്. അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീയല്ലോ. ബാറക്കിമോ. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 1 മുതൽ 24 വരെ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു. ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുണ്ട് എന്ന എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമീൻ. ദൈവവചനം വൃഥാവായിപ്പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാ ഇസ്രായേല്യരെന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്സാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, ദൈവത്തിൻ്റെ മക്കൾ. വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്ര സന്തതി എന്ന് എണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്കൊരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബക്കയും നമ്മുടെ പിതാവായ ഇസാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തൻ ഇളവനെ സേവിക്കുമെന്ന് അവളോട് അരുളി ചെയ്തു.
ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ഞാൻ എന്തു പറയണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളുമില്ല. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്നവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഇച്ഛിക്കുന്നതിനാലും അല്ല, ഓടുന്നതിനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലം സാധിക്കുന്നത്. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നിൽ എൻ്റെ ശക്തി കാണിക്കേണ്ടതിനും എൻ്റെ നാമം സർവ്വഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും തന്നെ എന്ന് തിരുവഴുത്തിൽ പറവോനോട് അരുളി ചെയ്യുന്നു. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആറവൻ്റെ ഇഷ്ടത്തോട് തീർത്ത് നിൽക്കുന്നു എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മറിഞ്ഞിരിക്കുന്നത് മറിഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അവമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തൻ്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തൻ്റെ തേജസ്സിൻ്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചുവെങ്കിൽ എന്ത് പറയുമോ? Psalms 57. Be merciful to me, O God, be merciful, because I come to you for safety. In the shadow of your wings I find protection, until the raging storms are over. I call to God the Most High, to God who supplies my every need. He will answer from heaven and save me. He will defeat my oppressors. God will show me His constant love and faithfulness. I am surrounded by enemies who are like lions hungry for human flesh. Their teeth are like spears and arrows. Their tongues are like sharp swords. Show your greatness in the sky, O God, and your glory over all the earth. My enemies have spread a net to catch me. I am overcome with distress. They dug a pit in my path, but fell into it themselves. I have complete confidence, O God. I'll sing and praise you. Wake up my soul, wake up my harp and lyre. I'll wake up the sun. I'll thank you, O Lord, among the nations. I will praise you among the peoples. Your constant love reaches the heavens. Your faithfulness touches the skies. Show your greatness in the sky, O God, and your glory over all the earth. Barakimod. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും ജീവനൂതുക, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും പാപം നീങ്ങി ന്യായവിധി ബോധമേകിടാൻ ഈശാഭൂവിൽ പെന്തിക്കോസ്തിൽ വന്നോരാവിയേ ജീവനൂതുക, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും അമ്പേരത്തിൽ നിന്നിറങ്ങിയ അഗ്നിനാവുകൾ അൻപോണമർന്നെല്ലാരിലും ശക്തി നാമ്പുകൾ ജീവനൂതുക, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും രണ്ടോ മൂന്നോ പേരെവിടെ എൻ്റെ നാമത്തിൽ ഉണ്ടവിടെയുണ്ടു ഞാനെന്നേകി വാഗ്ദത്തം. ജീവനൂതുക, ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും
കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിയിടണേ. ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിയിടണേ. ജീവനൂതുക ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ. സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. പെന്തിക്കോസ്ത് പെരുന്നാൾ ദിവസങ്ങളിൽ ക്രിസ്തീയ സഭ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. എന്നാൽ നാം കടന്നുപോകുന്ന ഈ കാലയളവിൽ കൊറോണ എന്ന ദുരന്തത്താൽ ലോകമാസനമുള്ള ജനങ്ങൾ അഭൂതപൂർവമായ അസ്വസ്ഥതയിലും ആശങ്കയിലും നട്ടം തിരിയുകയാണ്. ഒരു വലിയ പ്രതിസന്ധിയിലാണ് നാം എത്തിയിരിക്കുന്നത്. പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു നിസ്സഹായതയും ഭാവിയെക്കുറിച്ചുള്ള വലിയ നിരാശയും ആണ് മനുഷ്യനെ ഈ നിലയിൽ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ എവിടെ സമാധാനം ലഭിക്കും എന്ന് എല്ലാവരും ഭയപ്പെടുന്നു. പരിപൂർണമായി നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ച് ഉപവാസവും പ്രാർത്ഥനയുമാണ് ഇതിന് ഏക പരിഹാരം. അതിനാൽ അതിനെ ആസ്പദമാക്കി ഇന്നത്തെ ചിന്തയ്ക്കായി എൻ്റെ മനസ്സിൽ വന്ന ദൈവവചനം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യമാണ്. 1 Peter chapter 5 verse 7. അവൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നതിനാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ വെച്ചുകൊള്ളുവീൻ. ലീവ് ഓൾ യുവർ വരീസ് വിത്ത് ഹിം ബിക്കോസ് ഹീ കെയർസ് ഫോർ യു. സ്ലീഹന്മാരിൽ തലവനായ പരിശുദ്ധ പത്രോസ്ലീഹയുടെ വചനങ്ങളാണിത്. കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ്, 3 പ്രാവശ്യം ദുഃഖിച്ച് അവനോട് ഏറ്റുപറഞ്ഞ പത്രോസ്, കർത്താവേ, നീ സകലം അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് പറഞ്ഞ് തൻ്റെ ബലഹീനതയിലും നിസ്സഹായതയിലും തൻ്റെ ചിന്താകുലങ്ങളെല്ലാം നോക്കുവാൻ യേശു പ്രാപ്തനാണെന്ന് പത്രോസ് വിശ്വസിച്ചു. അതുകൊണ്ടാണ് പത്രോസ് ധൈര്യപൂർവ്വം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതിയിരിക്കുന്നവനാകിയാൽ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന്. 3.5 വർഷക്കാലത്തെ കർത്താവിനോടൊപ്പമുള്ള സഹവാസം കൊണ്ട് പത്രോസിനെ അറിയാമായിരുന്നു യേശു തന്നെ കരുതുന്നവനാണെന്ന്, അവൻ മഹാമശിയാണെന്ന്, അവൻ ശക്തനാണെന്ന്. വിധവയുടെ മകനെ ഉയർപ്പിച്ചവൻ, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയവൻ, തിമ്നായുടെ മകനായ ബർത്തിമായി എന്ന കുരുടനായ ഭിക്ഷക്കാരനെ കാഴ്ച കൊടുത്തവൻ, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിത്തൃപ്തരാക്കിയവൻ. ഇങ്ങനെ എത്രയെത്ര അതിശയങ്ങൾ പത്രോസ് നേരിൽ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഓർക്കാതെ ഒരു ദുർബല നിമിഷത്തിൽ പത്രോസ് തൻ്റെ ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞു. കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ശേഷവും ശിഷ്യന്മാരോടുകൂടെ 40 ദിവസം സഞ്ചരിച്ച് അവരെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി. തങ്ങളുടെ ഗുരുനാഥൻ കുരിശിൽ തറയ്ക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർ ഭയാകുലരായി അവർ ഒളിവിൽ കഴിഞ്ഞു. കർത്താവിലുള്ള വിശ്വാസവും സ്നേഹവും അവൻ കൊടുത്ത ധൈര്യവും കൊണ്ട് അവർ വിശ്വാസത്തിൽ ഉറച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28 എന്ന യേശുനാഥൻ്റെ ആഹ്വാനം സമാധാനമില്ലാത്ത അധ്വാനവർഗത്തിന് അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഒരാശ്വാസമായിരുന്നു. കർത്താവ് എല്ലാവർക്കും സ്നേഹവും സമാധാനവും പകർന്നു കൊടുക്കുന്നു. കർത്താവിനൊത്തം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ വലതുഭാഗത്തെ കള്ളൻ മരണസമയത്ത് വേറൊരു മാർഗമില്ലാതെ മരിക്കുക മാത്രമുള്ള അവസരത്തിൽ മശിഹായിൽ അഭയം പ്രാപിച്ചു.
ആരും സഹായമില്ലാത്ത സമയത്ത് യേശു അവനോടൊപ്പമായി. അവനെ അന്ന് തന്നെ പറുദീസ വാഗ്ദാനം ചെയ്തു. അവൻ്റെ വിധി തിരുത്തി എഴുതുവാൻ കഴിവുള്ളത് വേറെ ദൈവമാരുണ്ട്. യേശുവിന് മാത്രമേ ആരുമില്ലാത്തവരെ സഹായിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ശ്വാസോച്ഛ്വാസത്തേക്കാൾ നമുക്ക് അടുത്തുള്ള യേശു സകല വ്യാകുലങ്ങളെയും എന്നിലേക്ക് വച്ചു തരുവാൻ വരിക എന്ന് ആഹ്വാനം ചെയ്യുന്നു. അവൻ വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്. ഒരു നാളും നമ്മെ കൈവിടുകയില്ലെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുവീൻ. അവൻ്റെ ഹൃദയത്തിൽ ഗ്രഹിച്ച് നിങ്ങൾക്ക് തരും. 37-ാം സങ്കീർത്തനക്കാരൻ ദാവീദ് ഉറച്ചു പറയുന്നു. ഇപ്പോൾ സഭ മുഴുവൻ ജൂൺ 16 മുതൽ 29 വരെ ശ്ലീഹ നോമ്പ് ആചരിക്കുകയാണ്. 12 അപ്പോസ്തലന്മാരെയും പൗലോസ് ശ്ലീഹായെയും ഓർത്ത് അവരുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുവാൻ സഭ തിരഞ്ഞെടുത്ത അവസരമാണിത്. 13 നോമ്പുകാലം അവർ സഭയുടെ വിശ്വാസത്തെയും കെട്ടുറപ്പിനെയും സ്ഥാപിക്കുവാൻ ചെയ്ത അപ്പോസ്തലന്മാരുടെ ജീവത്യാഗവും അവരുടെ ഓർമ്മയുമാണ് ഇപ്പോൾ നാം കൊണ്ടാടുന്നത്. കർത്താവിലുള്ള വിശ്വാസത്തിൽ അപ്പോസ്തലന്മാർ സഹിച്ച യാതനകൾ ബഹുലങ്ങളാണ്. കല്ലേറിനാൽ മരിക്കപ്പെട്ടു, തടങ്കലിൽ കിടന്നു, പല പ്രാവശ്യം അടികൊണ്ടു. യോഹന്നാൻ ഒഴികെയുള്ള മറ്റ് അപ്പോസ്തലന്മാരെല്ലാം രക്തസാക്ഷിത്വം വഹിച്ചു. കുരിശിൽ തറയ്ക്കപ്പെട്ടു, ശിരച്ഛേദം ചെയ്തു, വന്യമൃഗങ്ങൾക്ക് ഭക്ഷണത്തിനായി ഇട്ടുകൊടുത്തു. യോഹന്നാൻ ഒഴികെ യോഹന്നാൻ ഒഴിയുള്ള സ്ലീഹന്മാരെല്ലാം ഇങ്ങനെ രക്തസാക്ഷിത്വം വഹിച്ചു. യോഹന്നാനെ പത്മോസിലേക്ക് നാടുകടത്തി. ഇതൊക്കെ അനുഭവിച്ചിട്ടും അവർ കർത്താവിനെ തള്ളിപ്പറഞ്ഞില്ല, വിശ്വാസത്തിൽ നിലനിർത്തി. സഹോദരന്മാരുടെ രക്തസാക്ഷിത്വമാണ് സഭയെ ബലപ്പെടുത്തുന്നത്. ഈ രക്തസാക്ഷികളായ വിശ്വാസവീരന്മാരുടെ പ്രാർത്ഥനയും നമുക്ക് എന്നും കോട്ടയായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടം നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ഉപവാസവും ലോകത്തിനാവശ്യമാണ്, നമ്മുടെ രാജ്യത്തിനും ആവശ്യമാണ്. കൊറോണ എന്ന മഹാമാരിയെ അതിജീവിക്കുവാനും നാം ഇത് ഉപയോഗപ്പെടുത്തേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥന പരീശൻ്റെ പ്രാർത്ഥന പോലെയാകരുത്. നമ്മെ തന്നെ ദൈവത്തിൽ മുമ്പാകെ താഴ്ത്തി ആ ചുങ്കക്കാരനെ പോലെ നമ്മുടെ ഹൃദയം തുറന്ന് ദൈവം പ്രാർത്ഥിക്കണം. പരീശനോ താൻ നീതീകരിക്കപ്പെട്ടു, വീട്ടിലേക്ക് പോയി. ചുങ്കക്കാരൻ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടു. പരീശൻ ദൈവവചനത്തെ മാനിച്ചില്ല. അവൻ ആരെയും ഭയപ്പെടുന്നില്ല. നമ്മുടെ പ്രാർത്ഥന ചുങ്കക്കാരനെ പോലെ താഴ്മയും ഭക്തിയോടും കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. എഫേസ്യലേഖനം 5:19-20 വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ
പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നാമത്തിൽ ദൈവവും പിതാവുമായവനെ സ്തോത്രം ചെയ്ത് കൊള്ളുവീൻ. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ കാലയളവിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയിലെ പർദീസ എന്ന് വിളിക്കപ്പെടുന്ന കുടുംബജീവിതങ്ങൾ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്തെ പാപമെന്നോ മ്ലേശമെന്നോ കരുതിയിരുന്ന പല പ്രവർത്തനങ്ങളും ഇപ്പോൾ മാന്യതയുടെ ഭാഗങ്ങളായി മാറിയിരിക്കുന്നു. മദ്യപാനം പല സ്ഥലങ്ങളിലും ഒരു സ്റ്റാറ്റസ് സിംബലായി മാറിക്കൊണ്ടിരിക്കുന്നു. പണവും പ്രതാപവും ആരോഗ്യമുണ്ടെങ്കിൽ എന്ത് നടത്താമെന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. ദൈവത്തിലുള്ള ശക്തിയിലാണ് അവർ പ്രശംസിക്കുന്നത്. ദൈവത്തിലുള്ള വിശ്വസ്ത സ്നേഹം നമ്മെ എല്ലാ തെറ്റുകളിൽ നിന്നും പിന്തിരിപ്പിക്കും. യേശു ക്രിസ്തു കാണിച്ച ദിവ്യസ്നേഹം നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമോ? എന്നും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്. ഗ്രീക്ക് ഭാഷയിൽ അഗപ്പ എന്ന് വിളിക്കുന്ന ദൈവസ്നേഹം അത് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. നിഷ്കളങ്ക സ്നേഹത്തിലൂടെ ആയിരിക്കണം നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം, തിരിച്ചു ആഗ്രഹിക്കാത്ത സ്നേഹം, അതാണ് അഗപ്പ. സ്നേഹം സ്വർഗീയ അനുഭവമാണ്. എല്ലാ പ്രയാസങ്ങളിലും സ്നേഹം തന്നെ നമുക്ക് ധൈര്യം തരുന്നു. പൗലോസ്ലീഹ സ്നേഹത്തെ വിശേഷിപ്പിക്കുന്നത് എത്ര ശ്രേഷ്ഠവരമായിട്ടാണ്. 1 കൊരിന്ത്യർ 13:13 പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. ഈ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ സ്നേഹമാണ് യേശു ക്രിസ്തു നാം ദർശിക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ നിസ്വാർത്ഥ സ്നേഹമാണ് ക്രൂശിൽ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് അവൻ അരുളി ചെയ്തത്. അവകാശങ്ങൾ നേടിയെടുക്കുവാൻ പോരാടുന്നവരുണ്ട്. പൗലോസ്ലീഹ പ്രസ്താവിക്കുന്നത് ശ്രദ്ധിക്കുക. ഓരോരുത്തൻ സ്വന്തം നന്മയല്ല, അവൻ്റെ നന്മയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെയും പറയുന്നു, എൻ്റെ നന്മയ്ക്കല്ല, രക്ഷിക്കപ്പെടേണ്ടവരുടെ നന്മയ്ക്കാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. സ്നേഹം നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ സാധിക്കുന്നു. കുടുംബജീവിതത്തിലായാലും സമൂഹത്തിലായാലും ബന്ധങ്ങൾ അടുപ്പിക്കുവാനും അകറ്റുവാനും ക്ഷമയാണ് ആവശ്യം. ബന്ധങ്ങൾ ഉറപ്പിക്കുവാനും അടുത്ത് നിർപ്പിക്കാനും ക്ഷമ അനിവാര്യമാണ്. യഹോവ ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അവിടുത്തെ ക്ഷമ മാത്രമാണ് ലോകം ഇന്ന് നിലനിൽക്കുന്നത്. പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടുകൂടെ പെരുമാറുവാൻ നാം ശീലിക്കണം. ഒരു ഭിക്ഷക്കാരൻ ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ആ വീട്ടിലെ എല്ലാവരെയും അത്ഭുതം പ്രാപിച്ചു. ഞാൻ പൈസയ്ക്കല്ല വന്നത്, ഇവിടുത്തെ അമ്മയുടെ കനിവുള്ള വാക്കുകൾ കേൾക്കാനാണ് ഞാൻ വന്നത്. എത്ര ശ്രേഷ്ഠമായ ഒരു വാക്യമാണിത്. നമ്മെ ഇങ്ങനെ ആരെങ്കിലും സാക്ഷ്യം പറയുവാൻ സാധിക്കുമോ? എൻ്റെ ഈ വാക്കുകളിൽ അതുകൊണ്ട് ആശ്വാസദായകനായ ക്രിസ്തുവിൽ
നമുക്ക് ശരണം പ്രാപിക്കാം. ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന വാഗ്ദത്തത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. അവനെ സകല ഭാരങ്ങളും ഏൽപ്പിക്കുക. ഈ ലോക്ക്ഡൗൺ കാലം ഒന്നിച്ച് ഭയത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ധൈര്യമായി മുമ്പോട്ട് പോകാം. നമ്മുടെ രക്ഷകൻ നമ്മോടുകൂടെ ഉണ്ട്. എൻ്റെ ഈ രാജ്യം ശത്രുക്കളായ വൻശക്തികളുടെ ഭീഷണിയിൽ നിലനിൽക്കുകയാണ്. രാജ്യത്തെ രക്ഷിക്കുന്നതിന് ജവാന്മാർക്കും നേതാക്കന്മാർക്കും ശക്തി നൽകുവാനുമായി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പുകാലം അതിനായി ഉപയോഗിക്കാം. എൻ്റെ ഈ വാക്കുകളിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ടായേക്കാം. തെറ്റുകൾ സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ഒരു ദിവസം കൂടെ ദാനമായി തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഓരോ ദിവസവും ബലവും ശക്തിയും തന്ന ആരോഗ്യത്തോടെ ദൈവകൃപയിൽ നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണായിട്ട് അടിയങ്ങളെ എല്ലാവരെയും നടത്തുന്ന വൻകൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് മാത്രം വലിയ ദൈവം. ഇത്രത്തോളം നടത്തിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകൾ, പാപങ്ങൾ എല്ലാം അടിയങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. വാക്കിലും പ്രവൃത്തിയിലും നോട്ടത്തിലൊക്കെ വന്നു പോയിട്ടുള്ള പിഴവുകളുണ്ട് കർത്താവെ, അതൊക്കെ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവെ. 70 വട്ടം ക്ഷമിക്കാമെന്ന് അവിടുത്തെ വാഗ്ദത്തങ്ങൾ ഉണ്ടല്ലോ കർത്താവെ. നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും വെണ്മയോടെ വെളുപ്പിക്കാമെന്ന് അവിടുത്തെ വാഗ്ദത്തമുണ്ട് കർത്താവെ. ദൈവമേ കർത്താവെ, അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സമാധാന, സൗഖ്യം, ആശ്വാസം, ദയ, കരുണ ഞങ്ങളിലേക്ക് അയക്കണമേ. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, അടിയങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവസാന തുള്ളി രക്തം പോലും ചൊരിഞ്ഞ് അടിയങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, ഇന്ന് അവിടുന്ന് സൃഷ്ടിച്ച സൃഷ്ടി മുഴുവനും ഒരു കൊറോണ വൈറസ് മൂലം വളരെയധികം വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവെ. ദൈവമേ, എത്രയോ പേര് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു കർത്താവെ. എത്രയോ പേര് രോഗികളായി രോഗക്കിടക്കയിൽ കിടക്കുന്നു കർത്താവെ. അവരെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാർ, ആതുര ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു. കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കണമേ. അവർക്ക് വേണ്ടുന്ന ബലവും ശക്തിയും അവിടുന്ന് നൽകണമേ കർത്താവെ. ഡോക്ടറേക്കാൾ വലിയ വൈദ്യൻ അവിടുന്നാണല്ലോ കർത്താവെ. അവിടുത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കർത്താവെ, കരുണ തോന്നണമേ, കൃപ തോന്നണമേ കർത്താവെ. എൻ്റെ ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. തലയിലെ ഒരു മുടിനാര് പോലും എൻ്റെ കർത്താവ് അറിയാതെ താഴെ പോകുന്നില്ല കർത്താവെ. അടിയങ്ങളൊന്നിമ വെട്ടുന്നത് പോലും എൻ്റെ ദൈവം അറിയുന്നു കർത്താവെ. അടിയങ്ങൾ ശ്വസിക്കുന്ന ഓരോ വായുവും കർത്താവെ അവിടുന്ന് തരുന്നതാണല്ലോ കർത്താവെ. നന്ദിയോടെ സ്തോത്രം. അതിനായിട്ട് സ്തുതിക്കുന്ന കർത്താവെ. ദാനമായിട്ട് തന്ന ശ്വാസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഇന്ന് എത്രയോ പേര് രോഗക്കിടക്കയിലായിരുന്നു കർത്താവെ അനുഭവിക്കുന്നു. എൻ്റെ ദൈവം കരുണ തോന്നണമേ കർത്താവെ, കരുണ തോന്നണമേ കർത്താവെ. എൻ്റെ ദൈവമേ കർത്താവെ, ഇന്ന് അടിയങ്ങളൊക്കെ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കുന്ന കർത്താവെ. ആലയത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല കർത്താവെ. കരുണ തോന്നണമേ കർത്താവെ. അടിയങ്ങളുടെ ഇടവകയിലുള്ള എല്ലാ കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവെ. ഓരോരുത്തരെയും പേരുപേരായി അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെയും ഞങ്ങളുടെയും ഒക്കെ കർത്താവെ ബന്ധുമിത്രാദികളെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ പല ദേശങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു. അവരെയൊക്കെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഒരു വൈറസും ബാധിക്കുവാനിടയാവരുതേ കർത്താവെ. ഞങ്ങളുടെ വല്യച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ. കൊച്ചച്ഛനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കണമേ. അവർ ചെയ്യുന്ന ആതുര ശുശ്രൂഷകൾ, ആത്മീയമായ പ്രവർത്തനങ്ങളിലെല്ലാം കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കണമേ. അടിയങ്ങൾക്ക് ഇതെല്ലാം ഒരു അനുഗ്രഹപ്രദമായ
അനുഗ്രഹപ്രദമായി തീരണമേ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവമേ, ഈ ലോക്ക്ഡൗൺ മൂലം കർത്താവേ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര്, കർത്താവേ ജോലി നഷ്ടപ്പെട്ടവര്, കർത്താവെ ബിസിനസ് നഷ്ടപ്പെട്ടവര്, അവരെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. കർത്താവിൻ്റെ കരുണ കൂടെ ഇരിക്കണമേ, കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. ഇതെത്ര നാളെന്ന് അടിയങ്ങൾ അറിയുന്നില്ല, എൻ്റെ ദൈവം അറിയുന്നു കർത്താവെ. ദൈവമേ, അടിയങ്ങൾ അവിടുത്തോട് അപേക്ഷിക്കുകയാണ്. പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ ദൈവമാണ്. ദോഷങ്ങൾക്കായിട്ടൊന്നും ഭവിക്കരുതേ കർത്താവെ. കരുണ തോന്നണമേ കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, അടിയങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബാബാ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് ആവശ്യമായിരിക്കുന്ന ബലവും ശക്തിയും കൊടുത്ത് സഭയെ നയിക്കുവാനുള്ള കൃപ കൊടുക്കണമേ. ആത്മീയ ബലത്തിൽ നടത്തണമേ കർത്താവെ. എൻ്റെ ദൈവമേ, അടിയങ്ങളുടെ ഭദ്രാസന തിരുമേനി കുർലോസ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ നടത്തണമേ. ബലവും ശക്തിയും കൊടുക്കണമേ കർത്താവെ. ആരോഗ്യവും ആയുസ്സും കൊടുക്കണമേ കർത്താവെ. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. സഭയിലുള്ള എല്ലാ തിരുമേനിമാരെ, അച്ഛന്മാരെ, മേൽപ്പെട്ടക്കാരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ആത്മീയ സംഘടനകളെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവെ. അവരെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനുഗ്രഹപ്രദമായി തീരണമേ കർത്താവെ. എൻ്റെ ദൈവമേ, കരുണ തോന്നണമേ കർത്താവെ. അടിയങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നരയ്ക്കോളം വഹിക്കാമെന്ന് അവിടുത്തെ വാഗ്ദത്തമുണ്ടല്ലോ കർത്താവെ. കരുണ തോന്നണമേ കർത്താവെ. ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ പേരുണ്ട് കർത്താവെ. അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങൾ കർത്താവെ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുന്ന കർത്താവെ. സ്കൂളിൽ പോകുവാൻ സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസം നല്ലതുപോലെ നടക്കുന്നതിന് സഹായിക്കണം കർത്താവെ. ഇന്ന് കേട്ട വചനത്തിനായിട്ട് സ്തുതിക്കുന്നു കർത്താവെ. വചനം പറഞ്ഞ ദാസനെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്നു കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ കർത്താവെ. എൻ്റെ ദൈവമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും കർത്താവെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ എന്ന് അവിടുത്തെ വാഗ്ദത്തം ഉണ്ടല്ലോ കർത്താവെ. എൻ്റെ ദൈവമേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല കർത്താവെ. നന്ദിയോടെ സ്തോത്രമെന്ന് അവിടുത്തെ വാഗ്ദത്തമുണ്ട് പച്ച കർത്താവെ. അടിയങ്ങളെ കർത്താവെ ഈ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ കർത്താവെ. കാത്തുകൊള്ളണമേ പച്ച. ഒരാപത്തും വരുത്തരുതേ, ഒരു ദോഷവും വരുത്തരുതേ കർത്താവെ. എല്ലാം അവിടുത്തെ കരങ്ങളിൽ തരുന്നു. മഹത്വവും മാനവും അങ്ങേക്ക് തരുന്ന കർത്താവെ. പ്രാർത്ഥന കേട്ട മുൻകൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം. മധ്യാഹ്ന നമസ്കാരത്തോടു കൂടെ ഈ ധ്യാനം സമാപിപ്പിക്കാം. പ്രാർത്ഥിക്കാം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഗുണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. ഗുണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുശിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായിടയാടുകവേ എന്ന് പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ദോഷത്തിലെ പോലെ മിതമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനിയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശുദ്ധമുള്ള കന്യാർക്കുറമേ, വരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും എന്നും വരാണ് അപേക്ഷയുള്ളണമേ. ആമീൻ. മോശ ചമച്ചോരാ പേടക ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയാ റൂഹാകൻ
ശോശപ്പാശോ ഐശായന്താവേദുക്തം സ്ഥിരമാപുരമേ സ്ലോമോദിൻ ഉദരത്തിൻ ഉദയം ചെയ്തീശൻ ബാരക്കുമോ സ്നീഭായേണ്ടി സാത്താനോടേൽപ്പാ വാദാമുലമൂലം മീനാമി നാഥാമിന്നെയും രക്തവുമേറ്റോരാ മൃതരെ സിദ്ധർക്കാർ പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കുമ്പോടിരുത്തണം നിൻ ശരണേ മരണം പൂണ്ടോ നിന്നെ ഏറ്റോരാമവരെ കേൾക്കണമേ നാദങ്ങൾ നീയും ഒരിയോറാഹെ കേളൈവാദാരെ ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ നാദ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാം. പരിശുദ്ധ സ്നേഹ നിബിസഹദേന്മാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾ കായ് നിങ്ങൾ സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോ നീ സ്തോത്രം. പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും മാതാവ് ശുദ്ധന്മാർ എന്നിവർ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്റെ സുത ജനമതാം രാജാമീശ നിന്നെ വാഴ്ത്തും ഞാൻ മാർഗൻ വർഗത്തിന് മുഴുവൻ ജീവനകം രക്ഷയുമേകാനാഗതന വിമലത ശുചിയെ നിവയുള്ള മഹിമാവിയനും ദൈവജനത്രി കന്യകയാമറിയാമീന്നും വേദമതന്നെ മാനവനായി ഭൂഷിതനായ ഞങ്ങൾക്കുടയോനാമശിഹ നിജമൃതിയാലിവർദ്ധൻ മൃതിയെ മെതിച്ച് നിഹരിച്ചോനെ പരിപാവനതൃത്വൈവ സവിതാവോടൊപ്പം ജീവനും സഹിതം വന്ദിതനെ പരികീർത്തിതനെ ഉപദേശിയേണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകാപുത്രനും പ്രകാശത്തിനുള്ള പ്രകാശവും ദൈവമുള്ള ദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും പിതാവോട് സമത്വമുള്ളവനും സർവ്വതാനുമാതിരമാതിരമിച്ചവനും മനുഷ്യരാജ്യം രക്ഷയ്ക്ക് വേണ്ടി പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധമായ ദൈവമാതാവാശുദ്ധന്യമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ വിശുദ്ധരക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് വാതിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ അനുബന്ധത്തോടെ മാനിക്കുന്നവനും എന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. സത്യയും ജീവിപ്പിക്കുന്ന കർത്താവും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവനുമായ ജീവശുദ്ധിയുള്ള ഏകവുമായതും സ്നേഹികവുമായ ഏകോത്സവയെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ നോക്കി പാർക്കുന്നു അമ്മീൻ പാർക്കുന്നു.
ഭക്തർവ് കഴിച്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കര ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയണയ്ക്കേണം. നിർത്തിയിടരുതേ മാതാവേ ഞങ്ങൾക്കായുള്ള പ്രാർത്ഥനയെ, ഞങ്ങളിൽ ആഗ്രഹ തോന്നിയിടാനേകാത്മജനോടർപ്പിക്കാം. ഒരുപോലിങ്ങും മാർത്തോമാ ഉണ്ട് മേലും നിന്നോർമ്മ ഉദകണമേലും പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനിച്ചോർക്കാം. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട, അടികളയും തൻ കോപത്തിൽ അടികളയും മായിച്ചീട. ശുചിയുടെ സ്പർശിച്ചുള്ള പാദങ്ങൾ ധ്യാനദ്വാരങ്ങൾ വാനവരത്ത് വസിക്കണം. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവാസനമ തുടർത്തണമേ കബറിനുദ്യാനത്തിൽ. സ്വർഗസ്ഥപിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. രക്ഷിതാവായ ദൈവോത്ര പരിശുദ്ധ റൂഹായാം ദൈവമേ ഏകദൈവമാ വിശുദ്ധത്വമേ. നമ്മളിന്ന് കേട്ട വചനങ്ങളെ ഓർത്ത് ദൈവത്തെ ധ്യാനിക്കാം. ഇന്ന് വായിച്ചതായ വേദഭാഗങ്ങളെ ഓർത്ത് ധ്യാനിക്കാം. പാടിയതായ പാട്ടുകളുടെ സ്തുതിപ്പുകളെ ഓർത്ത് ദൈവത്തെ ആരാധിക്കാം. വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ കരുണയോട് നമുക്ക് യാചിക്കാം. നമ്മുടെ നീതിയല്ല, നമ്മുടെ യോഗ്യതയല്ല, ദൈവത്തിൻ്റെ കരുണ ചൊരിയണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് കനാന്യാസ്ത്രീ പ്രാർത്ഥിച്ചതുപോലെ, ആ മുടന്തൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ ചുറ്റുപാടുകളുള്ള ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധുജനങ്ങളെ ദൂരത്തും ചാരത്തുമുള്ള എല്ലാവരും ഓർക്കാം. നമ്മുടെ എല്ലാ പ്രായത്തിലുള്ള മക്കളെ, കൂടെയുള്ളവർ, ദൂരെ ആയിരിക്കുന്നവർ, രോഗികളായിരിക്കുന്നവരെ ഓർക്കാം. ഈ സാംക്രമികമായ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഇത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാകും. ഏകാന്തതയിൽ കഴിയുന്നവർ, മക്കൾ ദൂരെയായി ഏകമായി കഴിയുന്ന ധാരാളം വൃദ്ധജനങ്ങളായ മാതാപിതാക്കളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ബെഡ് റിട്ടേണായിരിക്കുന്ന രോഗികൾ അനേകരുണ്ട്. നാട്ടിലും നമ്മുടെ പ്രദേശങ്ങളിലുമായി ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്. വിവിധ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ COVID-19 വന്നിട്ടുള്ള രോഗികളുണ്ട്. മലയാളികളുണ്ട്, അല്ലാത്ത വിവിധ രാജ്യങ്ങളിലുള്ളവരുണ്ട്. രോഗികളെ പരിചരിച്ചത് കൊണ്ട് മാത്രം രോഗം പിടിപെട്ടവരായ അനേകരുണ്ട്. വീടുകളിൽ തന്നെ രോഗനിർണയത്തിൽ ആയിരിക്കുന്നവരുണ്ട്. ആരോട് സമ്പർക്കം പുലർത്താൻ പറ്റാതിരിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നവർ, രാവും പകലും വിശ്രമമില്ലാതെ പരിചരിക്കുന്ന എല്ലാ മെഡിക്കൽ സ്റ്റാഫിനെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. വോളണ്ടിയേഴ്സ്, പോലീസുകാർ, സെക്യൂരിറ്റികൾ ചെയ്യുന്നവർ, ഭക്ഷണം വിതരണം ചെയ്യുന്ന, അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ, രാവും പകലും ഡ്യൂട്ടിയിലായിരിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഭരണകർത്താക്കളെ ഓർക്കാം. നമ്മുടെ സഭയെ ഓർക്കാം. എല്ലാ സഭകളെ ഓർക്കാം. വർഷങ്ങളായി ആരാധന നിലയ്ക്കാത്ത ദേവാലയങ്ങളൊക്കെ ആരാധന നിലയ്ക്കപ്പെട്ടു. ആരാധനാലയങ്ങളെ ഓർക്കാം. ഈ ആരാധനാലയങ്ങളുടെ വിലാപം
ദൈവം കേട്ട് ദൈവത്തെ വിളിക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് തിരികെ വരുത്തുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ആലയങ്ങളിൽ ആരാധന മുടങ്ങാനിടയാകരുതേ. സഭയിലെ പിതാക്കന്മാരെയൊക്കെ ഓർക്കാം, നമ്മുടെ ഇടവകാംഗങ്ങളെ ഓർക്കാം. ഇടവകയിൽ കഴിയുന്നവർ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാകാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സ്ഥാപനത്തെ ഓർക്കാം. നമ്മൾ നിർവഹിക്കുന്നതായ ചെറിയ സഹായങ്ങൾ അനേകർക്ക് സഹായകരമായിരിക്കാൻ പ്രാർത്ഥിക്കാം. കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ തക്കവണ്ണം ഞങ്ങൾ സന്നദ്ധരാക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെല്ലാവരെയും ഓർക്കാം, പങ്കെടുക്കാൻ സാധിക്കാത്തവരെ ഓർക്കാം. വിവിധ വചനപ്രഘോഷണവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുന്നവരെ ഒക്കെ ഓർക്കാം. അവർക്ക് ദൈവം കൊടുത്ത കൃപകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ വാങ്ങിപ്പോയവരെ ഓർത്ത് ധ്യാനിക്കും. ഈ സാംക്രമിക രോഗ അവസ്ഥയുടെ ലോക്ക്ഡൗണിൽ മരണപ്പെട്ട അനേകരുണ്ട്. ശരിയായിട്ടുള്ള ശവസംസ്കാരം ലഭിക്കാതെ പോയിട്ടുള്ളവരുണ്ട്. എങ്കിലും ദൈവമേ അവരുടെ ആത്മാക്കളെ തീർക്കാൻ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ വീണ്ടും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടുവാൻ പ്രത്യാശയോടെ മനോധൈര്യത്തോടുകൂടി കഴിച്ചു കൂട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ എല്ലാ കണ്ണീരോടും കൂടി സമർപ്പിക്കാം. ആശീർവാദത്തിനായിട്ട് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി ഈ ധ്യാനത്തിലും ധ്യാന നമസ്കാരത്തിൽ സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഈ ധ്യാനത്തെയും പ്രാർത്ഥനയും ദൈവം സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഉത്തരം നൽകുമാറാകട്ടെ. വിശ്വാസികളാണ് അവിടെ വാങ്ങിപ്പോർക്ക് ആശ്വാസം നൽകട്ടെ. പിതാവ് പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയും ബലഹീനമുള്ളവയും കുറവുള്ളതുമായ ഞങ്ങളുടെ നമസ്കാരങ്ങളും അപേക്ഷകളും പ്രാർത്ഥനകളും തിരുസദ്യ കേൾക്കപ്പെട്ടോ അംഗീകരിക്കപ്പെട്ടോ ആക്കി തീർക്കണമേ. അമറുഹോ കാദീശോ വശോബക്കുൽ സുബാൻ ലോൽമീ.